ഹായ് ഫ്രണ്ട്സ്, നാഷണൽ ഹൈവേ 66-ൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിന് സമാന്തരമായി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ വനങ്ങൾ, കുന്നുകൾ, ബീച്ചുകൾ, ചരിത്ര സ്ഥലങ്ങൾ, രാജ്യത്തെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത്. മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് തുടങ്ങി അവസാനിക്കുന്ന തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ ആകെ നീളം 1640 കിലോമീറ്റർ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ കടൽത്തീരത്തിന്റെ സൗന്ദര്യവും അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് ദേശീയപാത 66-ന്റെ. കാസർഗോഡിനും തിരുവനന്തപുരത്തിനും ഇടയിൽ 23 റീച്ചുകളായിട്ടാണ് വർക്ക് നടക്കുന്നത്. 6 റീച്ചുകളിൽ പണി പൂർത്തിയായിട്ടുണ്ട്. കേരളത്തിലെ 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഈ ദേശീയപാതയുടെ ആകെ നീളം 643 കിലോമീറ്ററാണ്. ഈ കാണുന്നത് എലിവേറ്റഡ് ഹൈവേയുടെ വർക്കാണ്. എന്താണ് എലിവേറ്റഡ് ഹൈവേ? അമിതമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ചില ഭാഗങ്ങളിൽ ഉയർത്തിയാണ് പാതകൾ നിർമ്മിക്കുന്നത്. നിലവിൽ ആലപ്പുഴ ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്നതുമായ 12.75 കിലോമീറ്റർ നീളമുള്ള 6 വരി പാതയുള്ളതുമായ ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ. പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ ഇതായിരിക്കും. എന്താ ചെയ്യുന്നത്? ലെവൽ കൊടുക്കണം. ലെവൽ ചെയ്യുകയാണോ? ഏതിൻ്റെ ലെവലാ? അതിൻ്റെ ഷട്ടർ കറക്റ്റ് ഒരേ ലെവലാണെന്ന് നോക്കും. ഷട്ടർ ഒരേ ലെവലാണോ നോക്കും അല്ലേ? 0 ലെവൽ എടുക്കും. സ്റ്റാർട്ടർ കോൺക്രീറ്റ് ചെയ്യും. ആ ചെറിയ ഷട്ടറിനെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഈ ചെറിയ അടുത്ത ഈ ഷട്ടറിനാണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഇത് കോൺക്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ ഫുള്ള് റീഇൻഫോഴ്സ്മെൻറ്റ് കെട്ടിക്കഴിഞ്ഞു അത് ഷട്ടർ വെച്ച് അത് കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് കെട്ടിയിട്ട് അടുത്ത ഷട്ടർ വെച്ച് കോൺക്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇതിൻ്റെ പുറത്ത് സ്കഫോൾഡിംഗ് ഒക്കെ ഉണ്ടോ? ആ സ്കഫോൾഡിങ് ഇതാ സ്കഫോൾഡിങ് ഇല്ലേ? അല്ല, ഇതേത് കമ്പനിയുടെ? വിശ്വസമുദ്ര കമ്പനി. അവരുടെ വർക്ക് എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ട്? ഇത് പാക്കേജ് 2 അവിടെ വെളിസ്ഥലത്തും. എത്ര കിലോമീറ്ററിനുള്ളിൽ ഇവരുടെ വർക്ക്? ഇവിടെ 417, അതായത് നമ്മളെ അമ്പലപ്പുഴ തൊട്ട് കായംകുളം. നിർമ്മാണം തുടങ്ങിയത് 2022-ലാണ്. ആകെ ചെലവ് 65,000 കോടിയോളമാണ്. രാജ്യത്തെ ആദ്യമായി ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ 25% സംസ്ഥാന സർക്കാർ വഹിച്ചു. ഇതിനായി 5580 കോടിയോളം കേരളം നൽകി. ഹൈവേയുടെ പണി പൂർത്തിയാക്കേണ്ട ഡെഡ്ലൈൻ ഈ വർഷം 2025 ഡിസംബറിലാണ്. നിലവിലെ വർക്കിന്റെ പ്രോഗ്രസ് അനുസരിച്ച് 2026 മാർച്ച് 31 വരെ നീട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന ഫോർട്ടുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ദേശീയപാത കടന്നു പോകുന്നത്. മുംബൈ നാവാശവ, മോർമുഗാവോ, ന്യൂ മംഗലാപുരം, രത്നഗിരി, കൊച്ചി, കൊല്ലം, വിഴിഞ്ഞം ഫോർട്ട്. ഇന്ത്യയിലെ പ്രധാന കടൽ തുറമുഖങ്ങളിലേക്ക് ട്രക്കുകളിൽ ചരക്ക് കൊണ്ടുപോകുന്നതും സമുദ്രോൽപ്പന്ന വിപണികൾ വിപുലീകരിക്കുന്നതിന് പ്രയോജനം ചെയ്യും. 13 मीटर 13 मीटर 13 मीटर 13 मीटर 13 13 13 हाँ उस साइड 13 हाफ मीटर का मीडियम वो बैरियर आएगा बीच में, इसको क्रैश बैरियर बोलते हैं. क्रैश बैरियर ये व्हीकल को प्रोटेक्ट करता है. विश्व समुद्र इंजीनियरिंग वर्क तक अम्बलपुरा के थोड़ा बैक साइड से, उधर से आपका कोट्टू कोलंगारा. कब हो जाएगा? पता कुछ ഐഡിയ? 1 year something लगेगा. 1 year. NH66 6 വരി പാതയുടെ വീതി 45 മീറ്ററാണ്. സാധാരണ 6 വരി പാതയ്ക്ക് 60 മീറ്ററാണ് വീതി വരേണ്ടത്. സർവീസ് റോഡ് പ്രധാന റോഡിന്റെ ഇരുവശത്ത് 6.75 മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുന്നത്. കൂടാതെ 2 മീറ്റർ ഫുട്പാത്തും 2 വേ ലൈനായിട്ടാണ് സർവീസ് റോഡ്. പുതിയ പാലങ്ങളും അടിപ്പാതകളും ഗതാഗതം സുഗമമാക്കുന്നതിനായി 400-ലധികം മേൽപ്പാതകളും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട്.
ഹൈബ്രിഡ് ആന്യൂറ്റി മോഡൽ HAM പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് PPP മാതൃകയിൽ സ്വകാര്യ കരാറുകാരാണ് നിർമ്മാണവും പരിപാലനവും നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ടോൾ പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കരാർ കമ്പനിയുടെ ചുമതലയിലായിരിക്കും. ഭൂമിയുടെ പ്രത്യേകതകൾ, മഴക്കാലത്തെ നിർമ്മാണ പ്രശ്നങ്ങൾ, കരാർ കമ്പനികളുടെ വീഴ്ചകൾ എന്നിവ കാരണം ചിലയിടങ്ങളിൽ നിർമ്മാണം മന്ദഗതിയിലാണ്. NH-66 ഹൈവേയുടെ വേഗപരിധി പുതിയ 6-വരി പാതയിൽ 100 കിലോമീറ്റർ വരെയാണ്. അമ്പലപ്പുഴ മുതൽ കായംകുളം കൊറ്റുകുളങ്ങര വരെ വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇവിടെ ദേശീയപാത 66 വർക്ക് നടത്തുന്നത്. കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ 6-വരി പാതയുടെ ആദ്യത്തെ റീച്ച് കംപ്ലീറ്റ് ചെയ്തത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ്. തലപ്പാടി മുതൽ ചെങ്കള വരെ 40 കിലോമീറ്റർ. ദേശീയപാതകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് നിർണായകമാണ്. NH-66 വിവിധ മേഖലകളിലെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നതിനും കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്.